നമസ്കാരം. മഹാഭാരതത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ സഞ്ജയൻ വന്ന് പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് യുധിഷ്ഠിരൻ വഹിക്കുന്നത്, ഇതെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങൾ ഹസ്തിനപുരത്തിൽ വന്ന് സുഖമായി കഴിഞ്ഞുകൊള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടേണ്ട പകുതി രാജ്യത്തെക്കുറിച്ച് ധൃതരാഷ്ട്രർ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോ യുധിഷ്ഠിരൻ പറഞ്ഞു, ഞങ്ങൾക്ക് കിട്ടേണ്ട പകുതി രാജ്യം ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്, അത് ധർമ്മവുമാണ്. അപ്പോ സഞ്ജയൻ ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്തായാലും ഞങ്ങളുടെ ഭ്രാതാവ് വാസുദേവനാണ്, അദ്ദേഹം ഇവിടെ ഉണ്ട്. ഭ്രാതാവ് എന്ന് പറഞ്ഞ സഹോദരൻ, സഹോദരൻ മാത്രമല്ല നാഥനുമാണ്. ഇക്കാര്യത്തിൽ ഞങ്ങൾ ഇത് എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം പറയും, അതനുസരിച്ച് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ഞങ്ങൾ ഒരിക്കലും ധിക്കരിക്കുകയില്ല. സഞ്ജയന്റെ വാക്കുകൾ കേട്ട് കോപാകുലനായ കൃഷ്ണൻ അവജ്ഞയോട് സഞ്ജയനോട് പറഞ്ഞു, അല്ലയോ സഞ്ജയ, ഞാൻ പാണ്ഡവരുടെ ക്ഷേമത്തെ കാംക്ഷിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ കൗരവർക്ക് അഭിവൃദ്ധി ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നു. കൗരവരിൽ നിന്നും എല്ലാവിധ നാശങ്ങളും അപമാനവും സഹിക്കേണ്ടി വന്നിരുന്ന പാണ്ഡവർ ഇത്രയും കാലം ശാന്തതയിൽ കഴിഞ്ഞു. ഇനി അവർക്ക് അവകാശപ്പെട്ട രാജ്യം തിരിച്ചു കിട്ടണം. അത് ധർമ്മമാണ്. അതിന് പകരം അവരോട് സമാധാനം പാലിക്കണമെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. സമാധാനം നല്ലതാണ്, എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ സമാധാനം പാലിക്കുന്നതിനേക്കാൾ നല്ലത് യുദ്ധമാണ്. അതാണ് ക്ഷത്രിയ ധർമ്മവും. ആ ധർമ്മം പരിപാലിക്കുന്നതിന് വേണ്ടി എത്ര യുദ്ധം ചെയ്താലും ആരെയൊക്കെ കൊല്ലേണ്ടി വന്നാലും അതൊന്നും തെറ്റല്ല. ക്ഷത്രിയന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ശമം, ശസ്ത്രങ്ങളിലൂടെ തീഷ്ണതയാണ്. അതായത് ശസ്ത്രങ്ങൾ പ്രയോഗിക്കുന്ന, തീഷ്ണമായിട്ട് ശസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നതാണ് ഒരു ക്ഷത്രിയന്റെ ശമം. അത് വാക്കാൽ കൂടിയല്ല, പ്രവൃത്തിയിൽ കൂടി അവർ കാണിച്ചു തരും. അന്ധനായ ധൃതരാഷ്ട്രരോട് ഇപ്രകാരം പറഞ്ഞേക്കും. ശ്രീകൃഷ്ണന്റെ അവസരോചിതമായ വാക്കുകൾ കേട്ടപ്പോൾ സഭാവാസികളുടെ എല്ലാം പൗരുഷം തട്ടി ഉണർന്നു. അവർ ഇരമ്പുന്ന കടൽ പോലെ ഇളകി വരുന്നു. അത് കണ്ട് സഞ്ജയൻ ഭയപ്പെട്ടുപോയി. തന്നെ പോകാൻ അനുവദിക്കണമെന്ന് സഞ്ജയൻ യുധിഷ്ഠിരനോട് അപേക്ഷിച്ചു. യുധിഷ്ഠിരൻ സഞ്ജയൻ അനുവാദവും കൊടുത്തു. എന്നിട്ട് ഇത്രയും കൂടി പറഞ്ഞു, സഞ്ജയ, എനിക്ക് ദുര്യോധനോട് അധികം ഒന്നും പറയാനില്ല. ദുര്യോധന്റെ സൈനിക ബലം വളരെ വലുതാണ്, എന്നാൽ എനിക്കുള്ള ബലം നിത്യവും സത്യവും ധർമ്മവുമാണ്. ശത്രുബലത്തെ മുടിക്കാൻ അത് അജയ്യമാണ്. എങ്കിലും ഞങ്ങൾ ഇപ്പോഴും സമാധാനം കാംക്ഷിക്കുന്നു. നിങ്ങൾ ഞങ്ങളോട് ചെയ്ത ചതിയും വഞ്ചനയും പൊറുക്കാം. നിങ്ങൾ മൂലമുണ്ടായ ദുഃഖവും അപമാനവും ഞങ്ങൾ വിസ്മരിക്കാം. നമ്മുടെ കുലം നശിക്കാതിരിക്കാനും നമ്മൾ തമ്മിൽ പ്രീതിയോടുകൂടി കഴിഞ്ഞുകൂടുന്നതിനും എന്ത് ത്യാഗവും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സമാധാനത്തിനു വേണ്ടി രാജ്യത്തിലെ ഒറ്റ ദേശമെങ്കിലും ഞങ്ങൾക്ക് തരിക. അല്ലെങ്കിൽ പകുതി രാജ്യമാണ് ഞങ്ങൾക്ക് തരേണ്ടത്. അല്ലെങ്കിൽ കുശസ്ഥാനം, മൃഗസ്ഥാനം, മാഗന്ധി, വാരണാവതം എന്നിവയും അതിൽ ഏതെങ്കിലും ഒന്നുകൂടി ചേർത്ത് ഞങ്ങൾക്ക് 5 ഗ്രാമങ്ങൾ 5 ഭ്രാതാക്കൾക്കായി തരിക. അതുകൊണ്ട് ഞങ്ങൾ തൃപ്തരാകാം. അതായത് ഞങ്ങൾക്ക് 5 പേർക്ക് ഓരോ ഗ്രാമം, ആ ഗ്രാമം കൊണ്ട് ഞങ്ങൾ തൃപ്തരായിട്ട് കഴിഞ്ഞോളാം, ഞങ്ങൾക്ക് പകുതി രാജ്യം തരാൻ പറ്റില്ലെങ്കിൽ വേണ്ട എന്നാണ് യുധിഷ്ഠിരൻ പറഞ്ഞത്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ ഇവരുമായി സന്ധിയിൽ പോകാം, ഒരു യുദ്ധം വേണ്ട എന്നാണ് യുധിഷ്ഠിരൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിലും ബന്ധുക്കൾ മടിക്കാതിരിക്കട്ടെ. സഞ്ജയൻ തിരിച്ചുപോയി. ധൃതരാഷ്ട്രോട് വൃത്താന്തമെല്ലാം അറിയിച്ചില്ല. വളരെ ക്ഷീണിതനും യാത്ര കൊണ്ട് ക്ഷീണിതനും മാനസികമായിട്ട് ക്ഷീണിതനുമായ സഞ്ജയൻ പറഞ്ഞു, കുറച്ചു കാര്യങ്ങൾ മാത്രം ധൃതരാഷ്ട്രോട് പറഞ്ഞിട്ട് നാളെ നമുക്ക് സഭയിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പാണ്ഡവർ പറഞ്ഞതെല്ലാം പറയാം എന്ന് പറഞ്ഞ് സഞ്ജയൻ സ്വന്തം ഗ്രഹത്തിലേക്ക് തിരിച്ചുപോയി. രാജാവിന്റെ ഹൃദയം ഭയങ്കരമായിട്ട് തപിക്കാൻ തുടങ്ങി, ചൂടാകാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ മനസമാധാനം നിശേഷം നശിച്ചു. അദ്ദേഹം ഉടൻ തന്നെ വിതുരർക്ക് ആളയച്ചു. വിതുരരാരാണെന്ന് നിങ്ങൾക്കറിയാം. ഒരച്ഛനും 3 അമ്മമാർക്കുമായിട്ടുണ്ടായിട്ടുള്ള മക്കളാണ് ധൃതരാഷ്ട്രർ, പാണ്ഡവ്,
പാണ്ഡവൻ വിതുരർ. ആ അംബികയ്ക്ക് അംബാലികയ്ക്ക് പിന്നെ ഒരു വൈശ്യ സ്ത്രീക്ക് ഒരു തോഴിക്ക് ഉണ്ടായ ആളാണ് വിതുരർ. പക്ഷേ വിതുരർ വളരെ പണ്ഡിതനും വളരെ കഴിവുള്ള ആളും വളരെ സത്യധർമ്മങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളും ഒക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള വിതുരരെ ധൃതരാഷ്ട്രർ ആളയച്ച് വരുത്തി. തൻ്റെ സഹോദരനാണ്, അദ്ദേഹത്തെ ആളയച്ച് വരുത്തി. വിതുരർ എത്തി. പണ്ഡിതന്മാരുടെയും മൂഢന്മാരുടെയും ലക്ഷണങ്ങളെ കുറിച്ച് വളരെ സുദീർഘമായി വിതുരർ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുത്തു. വിതുര ഉപദേശം എന്ന് തന്നെ ഉണ്ട്. അതായത് വിതുരരുടെ ഉപദേശം ഏതെല്ലാം തരത്തിൽ ധൃതരാഷ്ട്രരെ അനുനയിപ്പിച്ച് യുദ്ധം ഒഴിവാക്കാൻ കഴിയുമോ ആ തരത്തിലൊക്കെ വിതുരർ ധൃതരാഷ്ട്രരോട് സംസാരിക്കുന്നുണ്ട്. ദീർഘമായ ഉപദേശം കൊടുത്തിട്ട് പറഞ്ഞു, ദുര്യോധനൻ, ശകുനി, കർണൻ, ദുശാസനൻ എന്നിവരുടെ ദുർബോധനങ്ങൾക്ക് വശംവദനായിട്ടാണ് അങ്ങ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങക്ക് എങ്ങനെ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും? പുത്രസ്നേഹമല്ല വലുത്, രാജധർമ്മമാണ് വലുത്. അതുകൊണ്ട് സത്യത്തിനു വേണ്ടി നിലകൊള്ളൂ എന്ന് വിതുരർ ധൃതരാഷ്ട്രരോട് പറയുന്നു. ഏതായാലും വിതുരരുടെ ഉപദേശം കേട്ടെങ്കിലും പിറ്റേ ദിവസം സഭയിൽ സഞ്ജയൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി ധൃതരാഷ്ട്രരും സഭയിലേക്ക് പോകാൻ തയ്യാറായി. വിതുരരെ പറഞ്ഞയച്ച ശേഷം ധൃതരാഷ്ട്രർ സഭയിലേക്ക് പോകാൻ തയ്യാറായിരിക്കുകയാണ്. സഞ്ജയൻ പാണ്ഡവരുടെ അടുക്കൽ നിന്ന് മടങ്ങിയെത്തിയവരെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്താണ് സഞ്ജയൻ സഭയിൽ വെളിപ്പെടുത്തുന്നതെന്ന് അറിയാനായിട്ട് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഭീഷ്മർ, ദ്രോണർ, കൃപർ, ശല്യർ, കൃതവർമാവ്, ജയദ്രഥൻ, അശ്വത്ഥാമാവ്, വിതുരർ തുടങ്ങിയ എല്ലാവരും സഭയിലുണ്ടായിരുന്നു. തുടർന്ന് ദുര്യോധനന്റെ നേതൃത്വത്തിൽ ദുശാസനൻ, കർണൻ, ശകുനി തുടങ്ങിയവരും വന്നു ചേർന്നു. പാണ്ഡവ കൗരവ യുദ്ധം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത പ്രചരിച്ചിരുന്നത് കൊണ്ട് സഞ്ജയൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാനുള്ള ഔത്സുക്യത്തോടെ ധാരാളം പൗരജനങ്ങളും രാജ്യ സൗഭാഗ്യത്തിന് പുറത്ത് തടിച്ചുകൂടിയിരുന്നു. അതായത് ആ സമ്മേളനം നടക്കുന്ന ഗ്രഹത്തിന് പുറത്ത് ധാരാളം പൗരജനങ്ങളും നാട്ടുകാരും തടിച്ചുകൂടിയിരുന്നു. ദ്വാരപാലകൻ വിളിച്ചു പറഞ്ഞു, സജയൻ ഇതാ ആഗതനായിരിക്കുന്നു. സജയൻ മഹാരഥന്മാർ നിറഞ്ഞ രാജ്യസഭയിലേക്ക് കയറി എല്ലാവരെയും കൈകൂപ്പി വന്ദിച്ചു. പാണ്ഡവർ കൗരവരെ പറ്റി നടത്തിയ സ്നേഹാന്വേഷണവും ആശംസകളും സജയൻ എല്ലാവരെയും അറിയിച്ചു. ധൃതരാഷ്ട്രൻ ആശംസകൾ കേൾക്കാനായിരുന്നില്ല താല്പര്യം. അർജുനൻ എന്താണ് പറഞ്ഞതെന്നറിയാനായിരുന്നു അദ്ദേഹത്തിന് ധൃതി. അദ്ദേഹം ചോദിച്ചു, സഞ്ജയ, ധനഞ്ജയൻ എന്താണ് പറഞ്ഞത്? ധനഞ്ജയൻ നിങ്ങൾക്കറിയാം, അർജുനന്റെ 10 പേരിൽ ഒരു പേരാണ്. ധാരാളം ധനം സമ്പാദിച്ചു കൂട്ടിയവൻ എന്നുള്ള അർത്ഥത്തിലാണ് അർജുനന് ധനഞ്ജയൻ എന്ന പേര് വന്നിരിക്കുന്നത്. അപ്പം സഞ്ജയൻ പറഞ്ഞു, രാജാവേ, അർജുനൻ അതീവ ക്രുദ്ധനായിരുന്നു, കോപാകുലനായിരുന്നു, ദേഷ്യത്തോടു കൂടിയായിരുന്നു. അവന്റെ നേത്രങ്ങൾ രക്താംബുജം പോലെ പ്രോജ്വലിച്ചിരുന്നു. രക്തം നിറഞ്ഞു നിൽക്കുന്നത് പോലെ. കോപം വരുമ്പോൾ കണ്ണുകളിൽ രക്തം തുടിക്കും. അപ്പൊ ആ ഒരു മുഖഭാവമായിരുന്നു അർജുനന് ഉണ്ടായിരുന്നത്. പാണ്ഡവരെ തുണയ്ക്കുന്ന വീരകേസരികൾ ഓരോരുത്തരും യുദ്ധത്തിൽ പങ്കെടുത്ത് കൗരവരെ തകർക്കുന്നതും യുവാക്കളുടെ ശിരസ് അറുത്തു വീഴുന്നതും മറ്റും അവൻ എണ്ണി എണ്ണി പറഞ്ഞപ്പോൾ ഞാൻ ഭയപ്പെട്ടുപോയി. ശിഖണ്ഡി ഭീഷ്മനെയും ദൃഷ്ടദ്യുമ്നൻ ദ്രോണനെയും വധിക്കുമെന്നുള്ള കാര്യത്തിൽ അവന് ഒരു സംശയവുമില്ല. സാത്യകി യുദ്ധവേളകളിൽ കാട്ടുന്ന വീരപരാക്രമങ്ങളും ദ്രുപദനും വിരാട രാജാവിന് ശത്രുക്കളെ നിഗ്രഹിക്കുന്നതിനുള്ള അസാമാന്യ കഴിവും അവർ വിവരിച്ചപ്പോൾ എൻ്റെ മനസ്സ് സംഭീതമായി. എനിക്ക് പേടിയായി തുടങ്ങി. മേഘം പോലെ അസ്ത്രങ്ങൾ വർഷിക്കുവാനുള്ള അഭിമന്യുവിന്റെ കഴിവ് അർജുനൻ വർണ്ണിച്ചാൽ വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ശുദ്ധാത്മാവും ധർമ്മനിരതനുമായ യുധിഷ്ഠിരന്റെ നോട്ടം കൊണ്ട് തന്നെ കൗരവ സൈന്യം കാട്ടുതീയിൽ അകപ്പെട്ട കാനനം ദഹിക്കുന്നത് പോലെ ദഹിക്കുമെന്നാണ് ധനഞ്ജയൻ പറഞ്ഞത്. ഭീമൻ പ്രകടിപ്പിക്കുന്ന വീരപരാക്രമങ്ങളെ പറഞ്ഞപ്പോൾ അവന്റെ ഗദാപ്രഹരമേറ്റ് ഗജങ്ങൾ മസ്തകം തകർന്നു മരിച്ചു വീഴുന്നത് മുന്നിൽ കാണുന്നത് പോലെ എനിക്ക് തോന്നി. നകുല സഹദേവന്മാരുടെ കിടയേറ്റ ശക്തിപ്രഹരമേറ്റ് കൗരവപ്പട ഞെരിഞ്ഞു പോകുമെന്ന് അർജുനൻ തീർത്തു പറഞ്ഞു. രാജാവേ, സവ്യസാചി പറയുകയാണ്, ഞാൻ യുദ്ധത്തിനിറങ്ങുമ്പോൾ സിംഹത്തിന്റെ ഗന്ധമേറ്റ ഗോക്കളെ പോലെ ശത്രുക്കൾ സംഭ്രമിക്കും.
എന്റെ ഗാന്ധീവത്തിന്റെ ഞാണലി കേൾക്കുമ്പോൾ കൗരവ സൈന്യം ഞെട്ടിവിറയ്ക്കും. മേഘപടലങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന മിന്നൽ പിണരുകൾ പോലെ നിശിതമായ ശരങ്ങളായിരിക്കും ഗാന്ധീവത്തിൽ നിന്ന് നിർഗമിക്കുന്നത്. അത് മറ്റുള്ളവരെ എയ്യുന്ന ശരങ്ങളെ പിളർക്കുകയും ശത്രു സംഘത്തെ ചാമ്പലാക്കുകയും ചെയ്യും. എന്റെ തേര് തെളിക്കുന്നത് വിശ്വനാഥനായ വാസുദേവനാണ്. കൃഷ്ണൻ ആയുധം എടുത്തില്ലെങ്കിലും അദ്ദേഹം ആർക്കും വിജയം നേരുന്നുവോ അവർ സകല ശത്രുക്കളെയും ജയിക്കും. കൃഷ്ണനെ ജയിക്കാമെന്ന് മോഹിക്കുന്നത് കര കാണാ കടലിനെ കൈകൊണ്ട് തുഴഞ്ഞു കടക്കാമെന്ന് ആഗ്രഹിക്കുന്നത് പോലെയാണ്. അത് മഹാമേരുവിനെ കൈകൊണ്ട് തല്ലി തകർക്കാമെന്നുള്ള വ്യാമോഹമാണ്. ഗാന്ധീവത്തിന് പുറമെ സ്ഥൂണകർണം, പാശുപതാസ്ത്രം, ഇന്ദ്രൻ, വരുണൻ, യമൻ, അഗ്നി തുടങ്ങിയവർ നൽകിയ ദിവ്യാസ്ത്രങ്ങൾ എന്നിവ കൊണ്ട് ശത്രുവധത്തിന് ഒരുങ്ങി ഞാൻ പ്രയോഗം ആരംഭിച്ചാൽ തന്നെ ഇവിടെ ആരും അവശേഷിക്കുകയില്ല. സജയ, അതുകൊണ്ട് ദുര്യോധനോട് പറഞ്ഞേക്കൂ, യുദ്ധം കൂടാതെ കഴിച്ചാൽ കൗരവർ രക്ഷപ്പെടും. പോരാടിയാൽ ഒറ്റ എണ്ണം അവശേഷിക്കുകയില്ല. ഭീഷ്മർ, ദ്രോണർ, കൃപർ, വിതുരർ തുടങ്ങിയവർ പറയുന്നത് കേട്ട് നടന്നാൽ അവർക്ക് ആയുസ്സോടുകൂടി ജീവിക്കാം. ഇടഞ്ഞാൽ രക്ഷയുണ്ടാകില്ലെന്ന് ധരിക്കട്ടെ. അതായത് പ്രഗത്ഭന്മാരായിട്ടുള്ള ഗുരുക്കന്മാരും മറ്റുള്ളവരും പറയുന്നത് കേട്ട് ദുര്യോധനാദികൾ നടന്നാൽ അവർ രക്ഷപ്പെടും. അല്ലെങ്കിൽ ഒരിക്കലും അവരെ രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം ഭീഷ്മരും ദ്രോണരും കൃപരും വിതുരരും പറയുന്ന എന്താണ്? യുദ്ധം പാടില്ല, യുദ്ധം വേണ്ട, സമാധാനത്തിൽ അവർക്ക് പകുതി രാജ്യം കൊടുക്കൂ, അല്ലെങ്കിൽ അവരാവശ്യപ്പെട്ടതുപോലെ 5 ഗ്രാമങ്ങൾ കൊടുക്കൂ എന്നാണ് അവർ പറയുന്നത്. അത് എത്ര പറഞ്ഞിട്ടും ദുര്യോധനന് മനസ്സിലാകുന്നില്ല. സഞ്ജയന്റെ പ്രസംഗം സുദീർഘമായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സദസ്സാകെ സ്തംഭിച്ചുപോയി. കൗരവർ നിശേഷം തോൽപ്പിക്കപ്പെടുമെന്ന് തന്നെ അവർ വിശ്വസിച്ചു. എന്നാൽ ഇത്രയൊക്കെ കേട്ടിട്ടും ദുര്യോധനൻ ഒരു കുലുക്കവും ഉണ്ടായില്ല. സദസ്യരാരും ഒന്നും സംസാരിക്കാതെ മൗനമായിരുന്നു. ഭീഷ്മരാണ് നിശബ്ദതയെ ഭഞ്ജിച്ചത്. അദ്ദേഹം പറഞ്ഞു, സഞ്ജയൻ പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി ശരിയാണ്. കൃഷ്ണാർജുനന്മാർ നരനാരായണന്മാരാണ്. അവരെ ബ്രഹ്മാദി ദേവകൾ പോലും പൂജിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഇവരോട് ഏറ്റുമുട്ടിയാൽ കൗരവർ നശിക്കും. ഉണ്ണി, സുയോധന, അവർക്ക് അവകാശപ്പെട്ട പകുതി രാജ്യം കൊടുത്ത് യുദ്ധം ഒഴിവാക്കൂ. ദ്രോണരും ഭീഷ്മരുടെ അഭിപ്രായത്തോട് യോജിച്ച് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, അർജുനൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നവനാണ്. അവന്റെ കഴിവുകൾ എനിക്കറിയാം. 3 ലോകത്തിലും അവനോട് തുല്യനായി ഒരു പോരാളിയില്ല. ഭീഷ്മദ്രോണാദികളുടെ വാക്കുകൾ ആരും കേട്ടതായി എടുത്തതേയില്ല. ധൃതരാഷ്ട്രർ അത് കേട്ടതായി പോലും ഭാവിച്ചില്ല. മറ്റു പാണ്ഡവർ എന്തൊക്കെ പറഞ്ഞു എന്ന് ആരാഞ്ഞുകൊണ്ട് അദ്ദേഹം സഞ്ജയനോട് ചോദിച്ചു, സഞ്ജയ, 11 അക്ഷൗണികളുള്ള നമ്മോട് എതിർക്കുവാൻ അവർക്ക് 7 അക്ഷൗണി സൈന്യം മാത്രമല്ലേ ഉള്ളൂ? അപ്പൊ ധൃതരാഷ്ട്രരുടെ ഉള്ളിലും രാജ്യം കൊടുക്കാൻ പറ്റില്ല എന്നുള്ള വിശ്വാസമാണ്, ആഗ്രഹമാണ്. തന്റെ മകന്റെ ആഗ്രഹത്തിന് അപ്പുറത്ത് ഒരാഗ്രഹവും ധൃതരാഷ്ട്രർ പ്രകടിപ്പിക്കുന്നില്ല. മകൻ പറയുന്നതിനനുസരിച്ച് തലകുലുക്കുന്ന ഒരാളായി മാറുകയാണ് ധൃതരാഷ്ട്രർ ഈ സന്ദർഭത്തിലെല്ലാം. അപ്പൊ ധൃതരാഷ്ട്രരുടെ ഈ ചോദ്യം, ഈ നിരർത്ഥകമായ ഈ ചോദ്യം കേട്ടപ്പോൾ സഞ്ജയൻ ദീർഘമായി നെടുവീർപ്പിട്ടു. പാണ്ഡവരുടെ അമാനുഷിക പ്രഭാവവും അവരെ സഹായിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ലോക നിഗ്രഹ ശക്തിയും അവന്റെ ഹൃദയമുകുരങ്ങളിൽ പ്രതിബിംബിച്ചു കണ്ടു. അത് അവന്റെ മനഃശക്തിയെ നിശേഷം തകർത്തു. സഞ്ജയൻ മോഹാലസ്യപ്പെട്ടു വീണു. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ. നമസ്കാരം.